കൂപ്പകരങ്ങളോടെ കണ്ണു തുറന്ന ദിവ്യകാരണത്തിലേക്ക് നോക്കാം. ഹൃദയം കൊണ്ട് ഈശോയെ വിളിക്കാം. പ്രാർത്ഥിക്കാൻ രക്ഷ പറ്റാത്ത രീതിയിൽ വലിയ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര് ഈശോയുടെ അടുത്ത് പറ, ഈശോയെ എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് ഈശോയെ ആരാധിച്ച്, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിലൊക്കെ നിങ്ങളുടെ അധരവും ഹൃദയവും ഒക്കെ തമ്പുരാന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥന അധരം കൊണ്ട് മാത്രമല്ലല്ലോ, ഹൃദയം കൂടി ചേർന്നിരിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ പ്രാർത്ഥനയാകുന്നത്. ഹൃദയം കർത്താവിൽ അർപ്പിക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം മറക്കാം. ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ടാകും. അതുകൂടി ഈ നിമിഷങ്ങളിൽ മാറ്റിവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ പ്രതി നീ എന്ത് മാറ്റിവെക്കുന്നുവോ, തമ്പുരാനെ പ്രതി നീ എന്തുപേക്ഷിക്കാൻ തയ്യാറാകുന്നുവോ, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ പൂർത്തീകരിക്കപ്പെടും. കർത്താവിനെ പ്രതി എന്തെല്ലാം ഉപേക്ഷിക്കുന്നു അതിന് ഇരട്ടിയായിട്ട് തരുമെന്നല്ലേ കർത്താവ് പറഞ്ഞു. ഈ ഭൂമിയിൽ വെച്ച് സ്വന്തം അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയോ എന്നെ പ്രതി ഉപേക്ഷിക്കുന്നവന് 100 ഇരട്ടിയായി ലഭിക്കാതിരിക്കില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞു. തരും. ഈ നിമിഷങ്ങളിൽ എല്ലാം മാറ്റിവെക്കട്ടെ. കർത്താവിന്റെ സ്നേഹം മാത്രം മതി. ആ സ്നേഹത്തിൽ ലയിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. സങ്കീർത്തകൻ 61-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന എത്ര മനോഹരമാണെന്ന് നോക്കിക്കുക. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ നിലവിളിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളണമേ. കർത്താവേ എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണം, എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെവി എന്ന് പറഞ്ഞാൽ സങ്കീർത്തകൻ ദൈവത്തിന് നിലവിളിക്കുക. അത്തരം തുറന്ന് നിലവിളിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നുണ്ട്. പുറമെ ആരും കാണിക്കാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നിരന്തരം ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാണ് സങ്കീർത്തകൻ പറയണ, കർത്താവേ എൻ്റെ നിലവിളി അങ്ങ് കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് ചെവിക്കൊള്ളണമേ. എന്നിട്ട് കൂട്ടിവെക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഹൃദയം തകർന്ന ഞാൻ. കണ്ടോ, ഹൃദയം തകർന്ന അവസ്ഥയിലാണ് സങ്കീർത്തകൻ. ഹൃദയം തകർന്ന അനുഭവത്തിലൂടെ സങ്കീർത്തകന് കടന്നു പോകുന്നത്. മക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന അതേ അനുഭവത്തിലാണ് സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, സങ്കീർത്തകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ലാതെയല്ല, വലിയ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും ഹൃദയം തകരുന്ന അനുഭവത്തിന്റെ നടുവിലാണ് സങ്കീർത്തകനും പ്രാർത്ഥിക്കുന്നത്, സങ്കീർത്തകനും ദൈവത്തിന്റെ നിലവിളിക്കുന്നത്. സങ്കീർത്തകൻ പറയാണ്, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. പ്രാർത്ഥന കേട്ടോ. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ വിളിക്കുക. എന്നാ വിളിച്ചു പറയുന്നത്? ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം കഴിവ് കൊണ്ട് കയറി നിൽക്കാൻ പറ്റാത്ത പാറമേൽ ദൈവമേ നീ എന്നെ കയറ്റി നിർത്തണേന്ന്. എനിക്ക് എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ അധ്വാനിച്ചിട്ടും സ്വന്തമാക്കാൻ പറ്റാത്ത പല ജീവിതത്തിന്റെ അനുഭവങ്ങളുണ്ട്. ഞാൻ അത്രയൊക്കെ നോക്കിയിട്ടും പിടിച്ചു നിർത്താൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ വേളകളുണ്ട്. എത്രയൊക്കെ ചേർത്ത് നിർത്താൻ നോക്കിയിട്ടും ചേർന്ന് നിൽക്കാതെ തകർന്നു പോകുന്ന ബന്ധങ്ങൾ പോലും ഉണ്ട്. ദൈവമേ, സങ്കീർത്തകന്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ പാറയിൽ തമ്പുരാനെ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ. മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിൽ ദൈവം നീ ഇടപെടണമേ എന്നാണ് പ്രാർത്ഥന. ദൈവത്തിന് ഇടപെടാൻ പറ്റും, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ ബുദ്ധികൾക്ക്, ആലോചനകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പോലും ദൈവത്തിന് തന്റെ അത്ഭുതകരമായ കരം നീട്ടാൻ പറ്റും. മക്കളെ,
ആ വിശ്വാസത്തോടെയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ദൈവമേ എനിക്ക് സ്വന്തമായി കയറാൻ പറ്റാത്ത പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ. കർത്താവ് എനിക്ക് പറ്റണില്ല, എൻ്റെ വിശുദ്ധ ജീവിതം എനിക്ക് പറ്റണില്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കുറെ പദ്ധതികളിട്ട പ്രാർത്ഥനാ ജീവിതമായിരുന്നു, അതെല്ലാം ഇല്ലാതായി. അരമണിക്കൂർ പോലും നിന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്ത സമയമാണിപ്പോൾ. ഇന്നലകളിൽ ചില കാര്യസാധ്യത്തിന് വേണ്ടി മണിക്കൂറുകളും നാളുകളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില ജീവിതത്തിന്റെ അതുപോലെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ചങ്ക് പിടയുന്ന രീതിയിൽ, ചങ്ക് പൊട്ടുന്ന രീതിയിൽ തമ്പുരാനെ നീ ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നടന്നു, ഇപ്പൊ സാഹചര്യങ്ങളുടെ വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? മോനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറ, ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ. സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? എളിമപ്പെടാൻ പറ്റണില്ലേ? വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുന്നില്ലേ? പ്രതിസന്ധികളിൽ തളർന്നു പോവുകയാണോ? നിരാശപ്പെട്ടു പോവുകയാണോ? ആകുലപ്പെട്ടു പോവുകയാണോ? ദൈവത്തോട് പറ, ദൈവമേ എനിക്ക് പറ്റണില്ല, ദൈവമേ എനിക്ക് പറ്റണില്ല, കർത്താവേ നീ എന്നെ സഹായിക്കണമേ. എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതം നൗക തുഴഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റണില്ല. വല്ലാതെ കണ്ട് ഭാരപ്പെടുകയാ, അസ്വസ്ഥപ്പെടുകയാ, കുഴഞ്ഞു പോവുകയാ. എല്ലാവരും അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുക. ഓ ദൈവമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുകയാണ്, അങ്ങാണ് എന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം അങ്ങാണ്. അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും ഞാൻ വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഒരു വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ കൂടിയാണ്. കർത്താവേ അങ്ങാണ് എൻ്റെ അഭയശില, അങ്ങാണ് എൻ്റെ അഭയകേന്ദ്രം, നീ മാത്രമാണ് എൻ്റെ ശക്തി ദുർഗം, നീ മാത്രമാണ് എൻ്റെ ജീവൻ, നീ മാത്രമാണ് എൻ്റെ രക്ഷ, നീ മാത്രമാണ് എൻ്റെ എല്ലാം എന്ന് സങ്കീർത്തകൻ ഉറക്കെ പറയുകയാണ്. അങ്ങനെ ഏറ്റുപറയുന്നിടത്താണ് ഏതനുഭവത്തിന്റെ മേലും നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് കയറി നിൽക്കാൻ പറ്റാത്ത പാറമേൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്നെ കയറ്റി നിർത്തും. നിനക്കിന്നോളം കയറി ചെല്ലാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഏടുകളിൽ, അനുഭവങ്ങളിലും തമ്പുരാൻ നിന്നെ കൈപിടിച്ചുയർത്തും. നിന്റെ കഴിവ് കൊണ്ടും നിന്റെ കരുത്ത് കൊണ്ടും നിന്റെ ആത്മബലം കൊണ്ടും തകർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലും കർത്താവ് നിന്നെ കൈപിടിച്ച അനുഭവത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം നിന്നെ അനുവദിക്കുന്നു. ഈശോയെ, സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഹൃദയം തകർന്ന അവസ്ഥയിൽ തന്നെയാണ്, മനോഭാരത്തോടു കൂടി തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. രോഗാവസ്ഥകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളൊക്കെയുണ്ട്. ദൈവമേ, സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എങ്കിലും നീയാണ് എൻ്റെ ആശാകേന്ദ്രം, നീയാണ് എൻ്റെ അഭയശില, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എൻ്റെ എല്ലാം എല്ലാം നേറ്റു പറഞ്ഞുകൊണ്ട് നിന്നെ സ്തുതിക്കാൻ ആരാധിക്കാൻ കൃപ തരണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഏതാനും നിമിഷം ഹൃദയം കൊണ്ടും അധരം കൊണ്ടൊക്കെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതിക്കാവോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ നിശ്ചയമായിട്ട് എല്ലാ മേഖലകളിലും തമ്പുരാൻ ആശീർവാദമുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. സൗഖ്യമേ ആരാധന. നന്ദി കർത്താവേ, നന്ദി 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 ഈശോയേ, നന്ദി ഈശോയേ, നന്ദി 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 കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ.